ഇനി പോകുന്നത് ബി.ജെ.പി. വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്കാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ശ്രീരാമന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് അമേരിക്കയിൽ പോയി അവിടുത്തെ ഒരു സർവകലാശാലയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മിത്താണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ കോടാനുകോടി വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ രാമഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഉത്തരവാദിത്വമില്ലാത്തൊരു പ്രസ്താവന രാഹുലിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ തന്നെ രാജ്യവിരുദ്ധൻ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ജോർജ് സോറോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ പലതവണ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഈ രാമവിരുദ്ധൻ കൂടിയാവുകയാണ് ഇപ്പോൾ രാഹുൽ. എങ്ങനെ പ്രതികരിക്കുന്നു ബി.ജെ.പി.? രാമവിരുദ്ധനാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും. മഹാത്മാഗാന്ധി റാം 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 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിന്റെ മരണത്തിൽ, അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസത്തിൽ വരെ രാമൻ മാത്രമായിരുന്നു. രാമരാജ്യത്തിന്റെ സൃഷ്ടിയായിരുന്നു വാസ്തവത്തിൽ ഭാരതത്തിലെ ഋഷികളും മുനികളും ഭാരതത്തിലെ ഭരണാധികാരികളും അവസാനം ഗാന്ധിജിയും എല്ലാം സങ്കല്പിച്ചിരുന്നത്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ അത് ധർമ്മരാജ്യമാണ്. ആ ധർമ്മരാജ്യ സങ്കല്പമാണ് ഏകാത്മ മാനവ ദർശനത്തിലൂടെ ഭാരതീയ ജനസംഘവും മുന്നിൽ വെച്ചത്. ഇതൊന്നും ഉൾക്കൊള്ളാൻ ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമല്ല, അത് കോൺഗ്രസിന്റെ DNA കുഴപ്പമാണ്. കാരണം ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് ആരംഭം കുറിച്ചപ്പോ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസ് മരിച്ചുപോയി, അതിനെ പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി പറഞ്ഞതിന്റെ കാരണം വളരെ വ്യക്തമാണ്. സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അസ്മിതയെ, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ, ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ, ഈ രാജ്യത്തിന്റെ ആത്മീകത്തെ പരമാവധി ഏതൊക്കെ രീതിയിൽ മുറിവേൽപ്പിക്കാം, എങ്ങനെ തകർക്കാം എന്നുള്ളത് മാത്രമാണ് ജവഹർലാൽ നെഹ്റു ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശരിയോ തെറ്റോ എന്ന അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സോകോൾഡ് നെഹ്റുവിയൻ ചരിത്രകാരന്മാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഭാരതത്തിൽ ഏറെ പ്രചാരത്തിലിരിക്കുന്ന ഒരു നെഹ്റുവിയൻ വാക്യമാണ്, ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് പാശ്ചാത്യനാണ്, ഞാൻ ജന്മം കൊണ്ട് അറേബ്യനാണ്, പക്ഷെ ഞാൻ നിർഭാഗ്യവശാലുള്ള ജനനം കൊണ്ട് എന്റെ കൾച്ചർ കൊണ്ട് ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് പാശ്ചാത്യനാണ്, പക്ഷെ നിർഭാഗ്യവശാലുള്ള ജനനം കൊണ്ട് ഞാൻ ഭാരതീയനാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു വാക്യം അദ്ദേഹത്തിന്റെ പേരിൽ ഏറെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ശരിയായാലും തെറ്റായാലും കോൺഗ്രസ് എടുത്ത സമീപനങ്ങൾ മുഴുവനും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യത്തെ രാഷ്ട്രപതി, ആ രാഷ്ട്രപതിയെ സോമനാഥപുരം ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പട്ടേൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ ആ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ അല്ലെങ്കിൽ പുനർപ്രതിഷ്ഠയിൽ, സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർപ്രതിഷ്ഠയിൽ പങ്കെടുക്കരുത് എന്ന് പ്രസിഡന്റിനെ വിലക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. അതിനുശേഷമുള്ള കോൺഗ്രസിന്റെ പാരമ്പര്യം നാം നോക്കൂ. സോമനാഥ ക്ഷേത്രം മാത്രമല്ല, കാശിയിലെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശ്രീരാമ ജന്മഭൂമിയുടെ കാര്യത്തിലും മധുരയിലെ ശ്രീകൃഷ്ണന്റെ കാര്യത്തിലുമെല്ലാം കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? വാസ്തവത്തിൽ ശ്രീകൃഷ്ണനില്ലാത്ത, ശ്രീരാമനില്ലാത്ത, കാശിയില്ലാത്ത ഒരു ഭാരതം സങ്കല്പിക്കാൻ കഴിയുമോ? ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ആത്മീകമാണ്, ആത്മാവാണ്, ഭാരതത്തിന്റെ ശ്വാസമാണ്. ഭാരതത്തിന്റെ ആത്മാവായ രാമനെ നിഷ്കാസനം ചെയ്ത്, രാമനെ ഇല്ലാതാക്കി, രാമനെ മിത്താക്കി ചിത്രീകരിക്കുക എന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല. 2007 എന്റെ ഓർമ്മ, സുപ്രീം കോടതിയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാമജന്മഭൂമിയുടെ അഫിഡവിറ്റ് കോൺഗ്രസ് കൊടുത്തപ്പോ അവിടെ അങ്ങനെ ഒരു രാമജന്മഭൂമി ഇല്ല. രാമൻ ജനിച്ചത് സരയുവിന്റെ തീരമായ രാമജന്മഭൂമിയിലല്ല. അതുകൊണ്ട് അവിടെ ക്ഷേത്രം പണിയിരിക്കേണ്ട കാര്യമില്ല. ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് എതിരായിരുന്നില്ലേ കോൺഗ്രസ്?
അന്ന് ശ്രീരാമക്ഷേത്രം അവിടെ നിർമ്മിക്കണം എന്നുള്ള വിഷയം വന്ന സമയത്ത് കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു? അപ്പൊ ശ്രീരാമനെ അവഹേളിക്കുക, ശ്രീരാമൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ആത്മാവാണ്. ആ ശ്രീരാമനെ ഇല്ലാതാക്കിക്കൊണ്ട്, ശ്രീരാമനെ നിഷ്കാസനം ചെയ്തുകൊണ്ട്, ശ്രീരാമ ജന്മഭൂമിയെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ബാബറി മസ്ജിദ് നിലനിൽക്കട്ടെ, അവിടെ ബാബറി മസ്ജിദ് പണിയട്ടെ. പാകിസ്ഥാന്റെ സംസ്കാരവും പാകിസ്ഥാന്റെ നാവുമായിട്ടാണ് ഈ കോൺഗ്രസുകാർ വാസ്തവത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് ഈ രാമനെ എതിർക്കുന്നവർക്കെല്ലാം ഭാരതീയ ധർമ്മത്തെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് DMK-യുടെ നേതാവ് സ്റ്റാലിൻ സനാതന ധർമ്മത്തെ എതിർത്തത്. സനാതന ധർമ്മത്തെ DMK-യുടെ സ്റ്റാലിൻ എതിർക്കുമ്പോ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. സനാതന ധർമ്മത്തെ എതിർത്ത DMK-യുടെ കാഴ്ചപ്പാട്, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് രാമനില്ല എന്ന കാഴ്ചപ്പാടാണ്. അങ്ങനെയാണല്ലോ പെരിയാറിന്റെ ആ മൂവ്മെന്റിന്റെ ഭാഗമായി വന്നത്. അപ്പൊ വാസ്തവത്തിൽ രാമനെ എതിർക്കുക, കൃഷ്ണനെ എതിർക്കുക, രാമായണത്തെ എതിർക്കുക, കൃഷ്ണ ജന്മഭൂമിയെ എതിർക്കുക, കാശിയെ എതിർക്കുക, ഭാരതത്തിന്റെ പാരമ്പര്യത്തെ എതിർക്കുക, എങ്ങനെങ്കിലും 10 വോട്ടിന് കിട്ടി അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രി ആവണം, ഇത് മാത്രമാണ്. അപ്പൊ കോൺഗ്രസിന്റെ ട്രഡീഷൻ, സ്വതന്ത്ര ഭാരതത്തിലെ നെഹ്റുവിയൻ കോൺഗ്രസിന്റെ ട്രഡീഷൻ ഭാരതത്തിന്റെ ഇന്ത്യയുടെ ആത്മാവായ ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുക. ഇന്ന് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിന്റെ പ്രതീകമാണ്. ശ്രീരാമ ജന്മഭൂമി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിന്റെ, ഹിന്ദു സംസ്കാരത്തിന്റെ, ഹിന്ദു പാരമ്പര്യത്തിന്റെ ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്. അതുകൊണ്ട് ശ്രീരാമക്ഷേത്രവും ശ്രീരാമനും ഇല്ലാതായാൽ BJP-യെ തോൽപ്പിക്കാം, മോദിയെ താഴെ ഇറക്കാം. ഇതൊക്കെയാണ് ഇവരുടെ ധാരണ. യെസ്.